പ്രിയപ്പെട്ടവരെ, അമേരിക്ക എൻ്റെ കണ്ണുകളിലൂടെ ശൈത്യകാലം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സ്ഥലം വിർജീനിയ ബീച്ച്. മുമ്പ് അനേക പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ വിർജീനിയ ബീച്ചിൽ ടൗൺ സെൻറ്ററിൽ ഈ സ്ഥലത്ത് തന്നെ അനേക സുവിശേഷ ലഘുലേഖകൾ ഞാനിവിടെ വിതരണം ചെയ്യുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച സന്ധ്യാസമയത്ത്, ഈ ശൈത്യകാലം ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ മുഴുവനും അലങ്കാരവും ആഘോഷ തിമിർപ്പിലുമാണ്. ഈ ആഘോഷമെല്ലാം ക്രിസ്മസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം US ഫ്ലീറ്റ് ഫോഴ്സ് ബാൻഡ് നോർഫോൾക്ക്, അമേരിക്കയുടെ ആർമി, അവരുടെ ബാൻഡ് ഇവിടെ വന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുകയാണ്. അത് ആസ്വദിക്കാൻ ഇന്ന് അനേകർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ പലരും ഇവിടെ നിന്ന് ജിങ്കിൾ ബെൽസ് എന്നുള്ളതിൻ്റെ ആ രാഗത്തിലും മറ്റുമായി അനേക രീതിയിലുള്ള ഡാൻസുകളുമൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ക്രിസ്മസ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ക്രിസ്മസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാൽ, ദൈവം ലോകത്തെ എത്ര അധികം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകത്തക്കവണ്ണം. മനുഷ്യൻ്റെ പാപ പരിഹാരാർത്ഥം ക്രൂശിൽ ഒരു യാഗമായി തീരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ സ്വർഗീയ ദൂതഗണം പാടുകയുണ്ടായി. അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് സമാധാനം നൽകുവാൻ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. ആർക്കാണ് സമാധാനം ലഭിക്കുന്നത്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. ദൈവപ്രസാദം എങ്ങനെ ഒരു മനുഷ്യന് ലഭിക്കും? ദൈവവുമായി സമാധാന ബന്ധത്തിൽ വന്നെങ്കിൽ മാത്രമേ ദൈവപ്രസാദം മനുഷ്യന് ലഭിക്കുകയുള്ളൂ. ദൈവവുമായി സമാധാന ബന്ധത്തിൽ വരണമെങ്കിൽ പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ലഭിച്ച് പാപക്ഷമ ലഭിക്കണം. അതെങ്ങനെ ലഭിക്കും? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അത് ലോകത്തിൽ വേറൊരു ശക്തിക്കും മനുഷ്യൻ്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മുഖാന്തരം പാപക്ഷമ ലഭിക്കുന്നു. കാരണം പാപിയായ മനുഷ്യനേൽക്കേണ്ട ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ സഹിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം പാപമോചനവും വീണ്ടെടുപ്പും ലഭിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, കർത്താവായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ വന്നിരിക്കുന്ന ഈ മാന്യമിത്രങ്ങളൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷത്തിമിർപ്പിൽ വളരെ പണം ചെയ്ത് തിന്ന് കുടിച്ച് അത് ആഘോഷിക്കുകയാണ്, ഡാൻസ് ചെയ്ത് അത് ആഘോഷിക്കുകയാണ്. എന്നാൽ ക്രിസ്തു എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് അവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഈ ആഘോഷങ്ങളുടെയൊക്കെ ഒടുവിൽ ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ എന്നേക്കുമായി നിത്യനാശത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സന്നിധാനം വിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകർക്ക് ഞാൻ ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പാപമോചനം ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായി സമാധാന ബന്ധത്തിലേക്ക് വന്ന് നിങ്ങളൊരു ദൈവ മകനും മകളുമായി തീരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. താങ്ക് യു ബ്രദറൻ ഫോർ വാച്ചിങ്. ഞാനിവിടെ കുറച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുവാൻ പോവുകയാണ്. ചിലരൊക്കെ വാങ്ങിക്കും, ചിലരൊക്കെ നിരസിക്കും. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദറൻ, താങ്ക് യു.